എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള അഡ്മിഷനും അവസാനിച്ചു. ഇപ്പോഴും ആഗ്രഹിച്ചതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത, ഒന്നുകിൽ ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്കൂളിലും കോഴ്സിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള നിരവധി പേർ, നിങ്ങളെപ്പോലെ നിരവധി പേരാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ചോദിക്കുന്ന ഒരു സംശയം, എപ്പോഴായിരിക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷം ഇതുവരെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ വരുന്ന 12-ാം തീയതി, ജൂൺ 12-ാം തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്നാൽ നിങ്ങൾക്കറിയാം, നേരത്തെ വന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതിനു മുമ്പുള്ള ട്രയൽ അലോട്ട്മെൻറ്റും എല്ലാം പറഞ്ഞിരുന്നതിലും ഒരു ദിവസം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റും ചിലപ്പോൾ ജൂൺ 11-ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും. നിങ്ങൾക്കറിയാം, +1 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ആ കാര്യം ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു. മുൻ വർഷങ്ങളിലും അതേപോലെ തന്നെ +1 അലോട്ട്മെൻറ്റുകൾ ഏറ്റവും വേഗം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു. അതേ രീതിയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റും ഇനി അതിനുശേഷമുള്ള അലോട്ട്മെൻറ്റുകളുമെല്ലാം ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഇനി പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളാണ് ലഭിക്കുന്നതെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. ഇത്തരത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അവിടെ പോയി പ്രവേശനം നേടിയിരിക്കണം. അവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ സ്ഥിര പ്രവേശനം പെർമനൻ്റ് അഡ്മിഷൻ, അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം ടെമ്പററി അഡ്മിഷൻ നേടാം. അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഇനി അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വിശദമായി നമ്മളൊരു വീഡിയോ ചെയ്യും. ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല. എങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പുറമെ കുറച്ചുകൂടെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സാധാരണ രീതിയിൽ ലഭിക്കാറുണ്ട്. നിങ്ങളുടെ റാങ്ക് വ്യത്യാസം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ചെറിയ വ്യത്യാസമൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. എന്തു തന്നെയായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കും. അതിനായി വിദ്യാർത്ഥികൾ കാത്തിരിക്കുക. ആ സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി അഥവാ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അത് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വിശദമായ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാലും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.